ഹായ് ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം നാളെ തൊട്ടാണോ നാളെ തൊട്ടും മറ്റന്നാൾ തൊട്ടും, അതായത് നാളെ തൊട്ട് പ്രൈം മെമ്പേഴ്സിനും മറ്റന്നാൾ തൊട്ട് നോർമൽ കസ്റ്റമേഴ്സിനും ആമസോണിൽ ഗ്രേറ്റ് ഇൻ ഫെസ്റ്റോ തുടങ്ങിയാണ്. നിങ്ങൾക്കറിയാം, എനിക്ക് നോ പ്രൊമോഷൻ, ബട്ട് ഓക്കെ, ഞാൻ അതാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടുന്നത്. ഞാനാണ് നിങ്ങളെ ആമസോൺ. അതായത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഒബ്വിയസ്ലി എല്ലാവരും പുതിയ ഫോണും അങ്ങനത്തെ സംഭവങ്ങൾ, ഫോണ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പരിപാടിയിലായിരിക്കും. കാരണം നല്ലൊരു ഓഫറാണ്. കാരണം കഴിഞ്ഞ ഓണത്തെക്കാട്ടി അത്യാവശ്യം നല്ലൊരു ഓഫറാണ് ഇത്തവണ ഇട്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കഴിഞ്ഞ വർഷം നല്ല ഓഫേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് എന്നാലും കഴിഞ്ഞ വർഷം ഓഫേഴ്സ് ഇല്ല, ബട്ട് അതിന് മുമ്പിലത്തെ വർഷം ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിലത്തെ വർഷം ഉണ്ട്. ഞാൻ ആ ടൈമിലാണ് എൻ്റെ ഫോൺ എടുത്തത്. ഓക്കെ, കൈ ചെറുതായിട്ടൊരു പണിക്ക് ആമസോണിൻ്റെ കൈ എടുത്തു, എൻ്റെ കൈ എടുത്ത്. അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ആമസോൺ. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ കുറച്ച് ഫോൺസ് ഞാൻ ഇങ്ങനെ ആക്ച്വലി ഞാൻ ഇത് കുറച്ചാൾ മുമ്പ് നോക്കി വെച്ച സാധനമാണ്. ഒരു മിനിറ്റ്, ഫാൻ ഇട്ടില്ലെങ്കിൽ ഞാൻ ചൂടെടുത്ത് ഒഴുകും. അപ്പോൾ ഞാൻ ഇത് കുറച്ചാൾ മുമ്പേ നോക്കി വെച്ച ഫോൺസ് തന്നെയാണ്. ഇപ്പം ഫെസ്റ്റിവൽ ടൈമിൽ നിങ്ങൾക്ക്, ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ടൈമിൽ നിങ്ങൾക്ക് ഓഫേഴ്സിന് എടുക്കാൻ പറ്റിയ നല്ല കിടിലം ഫോൺസാണ് ഇപ്പോൾ പറയാൻ പോണത്. ആക്ച്വലി ഞാൻ അത് നോക്കി വെച്ചു, ബട്ട് ഞാൻ ആമസോണിൻ്റെ അകത്തുള്ള രീതിയിലാണ് ഞാൻ ഫോണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പോകുന്നത്. അതായത് ഞാൻ സിമ്പിൾ, ഞാൻ എൻ്റെ അമ്മയുടെ ഫോണാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആമസോൺ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓക്കെ, അതിൻ്റെ അകത്ത് താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്. അത് വെളിച്ചെടുക്കൊണ്ട് റിഫ്ലക്ഷൻ ആയിരിക്കും. ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ സംഭവം ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫോൺസിൻ്റെ കാര്യങ്ങൾ പറയത്തില്ല, എസ്പെഷ്യലി സാംസങ്. അതായത് എൻ്റെ ആശാൻ പറഞ്ഞിട്ടുണ്ട്, ആശാനുള്ള ഫോട്ടോ കാണിക്കുന്നതൊക്കെ മനസ്സിലായി. ഫോട്ടോ വരുമെന്നോ, ഞാൻ എഡിറ്റ് ചെയ്യാൻ ഓർക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചത്. ആശാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഗ്രീൻ ലൈൻ ഇഷ്യൂ അതിൻ്റെയൊക്കെ ഒരു ശരി. ഞാൻ സാംസങ് അല്ലെങ്കിലും പറയത്തില്ല, കാരണം എനിക്ക് സാംസങ് ഫോൺ ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, മിഡ് അതിൻ്റെ ഇങ്ങോട്ടുള്ള സെഗ്മെൻറ്റ്സ് എല്ലാം നല്ല ഹാങ്ങാണ്. ഹാങ് പണ്ടത്തെ പ്രശ്നമാണെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പോഴും ഉണ്ട് ഹാങ്. അതിൻ്റെ അകത്തുള്ള എനിക്ക് പരിചയമുള്ള ഒരാൾ ഒരു സാംസങ്ങിൻ്റെ ഫോൺ എടുത്തിട്ട് കോൾ വിളിക്കുമ്പോൾ ഹാങ് ആകാൻ, കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കോൾ വിളിച്ച് കുറച്ച് കഴിയുമ്പോൾ ഹാങ് ആവും. ഓക്കെ, ഞാൻ സാംസങ്ങിൻ്റെ കാര്യം ഇതിൻ്റെ അകത്ത് പറയത്തില്ല. പിന്നെ പോക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് എനിക്കറിയാവുന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. കാരണം എനിക്കറിയാവുന്നുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ലാസ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് IQ. ഓക്കെ, ഫസ്റ്റ് IQയിൽ നമ്മൾ വ്യൂ ആൾസ് കൊടുക്കുമ്പം അതിൻ്റെ അകത്ത് വരുന്നത് ഫസ്റ്റ് മൊബൈൽ അതിനകത്ത്. ഓക്കെ, നിങ്ങളൊരു മിഡ് റേഞ്ച് മൊബൈലാണ് നോക്കുന്നത്, അതായത് 20,000 രൂപയ്ക്ക് അകത്തുള്ള ഫോൺസാണ് നോക്കുന്നതെങ്കിൽ, അതായത് ഗെയിമിങ്ങിനല്ലാതെ കോളിങ്, ചെറിയ ക്യാമറ ആക്ടിവിറ്റീസ്, അതായത് നിങ്ങൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ക്യാപ്ചർ ചെയ്യാനൊക്കെ തീരുമാനിക്കണം. ഇപ്പോൾ നമ്മൾ സെൽഫിയൊക്കെ എടുക്കണം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കോളിങ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനത്തെ ചില്ലറ പരിപാടികൾക്ക് മാത്രമാണ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒരു 20,000 രൂപയ്ക്ക് അകത്താണ് നിങ്ങൾ ഫോൺ നോക്കുന്നതെങ്കിൽ, എന്തുകൊണ്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു മൊബൈലാണ് IQ Z10, അതായത് IQ Z10. ആ ഫോണ് അത്യാവശ്യം ചെറിയ ഗെയിമിങ് ഒക്കെ ഓക്കെയാണ്, ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. 7300 mAh ബാറ്ററി, 8GB റാം, 128GB സ്റ്റോറേജ്. ഇതാണ് ആ ഫോണിൻ്റെ സ്പെക്സ്. നല്ല അത്യാവശ്യം സ്ലിം ഫോണാണ്. 90 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ്, പിന്നെ 5000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ്, മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ, ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഓക്കെ,
4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പം 20,000 രൂപയ്ക്കകത്ത് നിങ്ങളൊരു ബഡ്ജറ്റ് ഫോൺ നോക്കും, ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോണാണ് IQC10. ഓക്കെ, നെക്സ്റ്റ് ഇതാണ്, ഈ ഫോണാണ് ആക്ച്വലി എൻ്റെ ഒരു മൈൻഡിൽ ഒരു കിടിലൻ ഫോൺ. അതായത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ യെസ്, ക്യാമറ കൊള്ളാമെന്ന് ചോദിച്ചാൽ യെസ്, പിന്നെ എന്ത് ചാർജിങ് സ്പീഡ് യെസ്, ബാറ്ററി യെസ്, എല്ലാത്തിനും ഒരു കിടിലം. അതായത് എല്ലാം അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ഫോണാണ് ഈ ഫോൺ. IQ Neo 10 Pro. IQ Neo 10, ഈ പ്രോ ഇടയ്ക്കിടയ്ക്ക് കയറി. IQ Neo 10 ഇത് ആക്ച്വലി 2 കളേഴ്സിലുണ്ട്, ടൈറ്റാനിയം ക്രോമും ഇൻഫെർണോ റെഡ്. ഞാൻ ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉള്ളൊരു മൊബൈൽ ഇതാണ്, IQ Neo 10. ഇതിൻ്റെ 16GB 512 ആണ്. അത് ഇപ്പോഴത്തെ, അതായത് ഞാൻ സെയിലിൻ്റെ പ്രൈസ് അല്ല ഈ പറയുന്നത്, സെയിലിൻ്റെ അല്ലാത്ത പ്രൈസാണ്. സെയിലിൻ്റെ അല്ലാത്ത പ്രൈസ് 40,000, 16GB 512. ഓക്കെ, ഇതിൻ്റെ സെയിൽ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് IQ Neo 10ൻ്റെ സെയിൽ 8GB 256GB സെയിൽ റേറ്റ് 30,000 ആണ്. ആക്ച്വലി 30,000 നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോൺ. അതായത് ഗെയിമിങ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗെയിമിങ്ങിന് കിട്ടിലുമാണ്, വീഡിയോ ക്യാമറ അതെല്ലാം കിട്ടിലുമാണ്. ചാർജിങ് സ്പീഡുണ്ട്, 7000 mAh ബാറ്ററി ഉണ്ട്, പിന്നെ 808 ചിപ്സെറ്റ്, 808 അല്ല 8S Gen 4ൻ്റെ ചിപ്സെറ്റ്. അത് അത്യാവശ്യം ബെസ്റ്റ്, അതായത് 8 Gen 3നെക്കാട്ടി കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് വെർഷൻ, അതാണ് 8S Gen 4. പിന്നെ Q1 ചിപ്സെറ്റ് ഉണ്ട് ഗെയിമിങ്ങിന് വേണ്ടി മാത്രമായിട്ട്. പിന്നെ വേപ്പർ കൂളിംഗ് സിസ്റ്റം 7K ആണെന്ന് തോന്നുന്നു, 7K വേപ്പർ കൂളിംഗ് സിസ്റ്റം ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് പറ്റും. ബാക്ക് ക്യാമറയിൽ 4K 60 FPS, ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. 60 FPS ആണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഗെയിം കളിക്കുമ്പം 144 Hz റിഫ്രഷ് റേറ്റ്. ഓക്കെ, അല്ലാത്ത സമയത്ത് 120 Hz റിഫ്രഷ് റേറ്റും. നൈസ് മൊബൈലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, പിന്നെ ഇതിൻ്റെ അകത്ത് AI പരിപാടികളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ സാംസങ്ങിൻ്റെ അകത്തുള്ള AI പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് ഏകദേശം കുറേയൊക്കെ വന്നിട്ടുണ്ട്. AI പരിപാടികളൊക്കെ വന്നു. അപ്പം ഈ ഫോണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ഫോണാണ്. ഞാൻ നോക്കിയപ്പം അത്യാവശ്യം എല്ലാ സെഗ്മെൻറ്റിലും ഓക്കെ ആയിട്ടുള്ളൊരു ഫോൺ ഇതാണ്. അതായത് നമുക്കൊരു 30,000 ബഡ്ജറ്റിലായാലും ഓക്കെ ആയിട്ടുള്ളൊരു ഫോണാണ് IQ Neo 10. അപ്പം നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇത് വാങ്ങിക്കുക. പിന്നെ IQവിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ് IQ 13 5G. ഇത് ആക്ച്വലി ഇതിൻ്റെ റിവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്, അത് വരും നമ്മുടെ ചാനലിൽ വരും. അപ്പം മിക്കവാറും 2 ദിവസത്തിനകത്ത് തന്നെ വരും. ഞാൻ അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, IQ 13ൻ്റെ പ്രത്യേകത 808 ചിപ്സെറ്റ്, Q2 ചിപ്സെറ്റ് ഉണ്ട്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് അവർ സ്പെഷ്യലായിട്ട് മേക്ക് ചെയ്ത Q2 ചിപ്സെറ്റ്. പിന്നെ 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 6000 mAh ബാറ്ററി. പിന്നെ എൻ്റെ അതെന്താ 6000 mAh IP68+69 വാട്ടർ റെസിസ്റ്റൻസ്, വാട്ടർ പ്രൂഫാണ്. ഇത് ആക്ച്വലി ഒരു ഗോട്ട് ഫോണാണ്. അതായത് ക്യാമറ, ഗെയിമിങ് എല്ലാത്തിനും നൈസാണ്. അത് 808ൻ്റെ ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. സോ അതിനെ കുറച്ചുള്ള പേടി വേണ്ട, അത് കിട്ടില്ല ചിപ്സെറ്റാണ്. ഓക്കെ, അങ്ങനെ IQൻ്റെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ആക്ച്വലി ഈ വീഡിയോ നല്ല ലെങ്ത് പോകുന്നതാണ് എൻ്റെ വിശ്വാസം. നെക്സ്റ്റ്, ആക്ച്വലി ഞാൻ ഇതിൻ്റെ അകത്ത് പറയേണ്ടെന്ന് വിചാരിച്ച വേറൊരു ഫോണാണ് OnePlus. ബട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പറയും. കാരണം എന്ന് വെച്ചാൽ അവർ സാംസങ്ങിനെ പോലെയല്ല. ഇവർ ഇതിൻ്റെ അകത്ത് അവരുടെ കുറേ ഫോൺസിന് മറ്റേ ലൈഫ് ടൈം സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നാലും ഈ വാറൻറ്റി ഉൾപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഞാൻ ഇതിൻ്റെ അകത്ത് OnePlus ആഡ് ചെയ്യുന്നുണ്ട്. OnePlusൻ്റെ അകത്ത് നിങ്ങൾക്ക് OnePlusൻ്റെ അകത്ത് ഐ തിങ്ക് അതിൻ്റെ അകത്ത് കുറേ ഫോൺസ് ഒന്നും വരത്തില്ല. ഗാട്ട് നമ്മളിങ്ങനെ OnePlusൻ്റെ അകത്ത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫോണാണ് OnePlus Nord CE5. ദിസ് ഈസ് ആക്ച്വലി നൈസ് ഫോൺ. ഒരു എന്നുവെച്ചാൽ നിങ്ങൾ എന്നുവെച്ചാൽ ഞാൻ ഈ ഫോൺ ഈ ഇടയ്ക്കാണ് കണ്ടത്. വേറൊരാൾക്ക് വേണ്ടി നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഫോൺ കണ്ടത്. ഞാൻ ഇങ്ങനെ ഒരു ഫോൺ, ഞാൻ OnePlus അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ബട്ട് ഈ ഫോൺ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് OnePlus Nord CE5 പേര് മാറിപ്പോയില്ല, അത് വേറെ ഫോൺസ് എന്തോ ഉണ്ട് അങ്ങനെ തന്നെ. അപ്പം അതിൻ്റെ അകത്ത് നമുക്കുള്ളത് 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 7100 mAh ബാറ്ററി. അതായത് നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചാൽ, നിങ്ങൾ നോർമൽ യൂസ് ചെയ്യണമെന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ചിലപ്പോൾ 2 ദിവസമൊക്കെ കിട്ടും ആ ബാറ്ററി ലൈഫ്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സ്ക്രീന്, പിന്നെ 50 MB സോണിയുടെ മെയിൻ ക്യാമറ, MediaTekൻ്റെ 8350 ചിപ്സെറ്റാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ് ചിപ്സെറ്റ്. ഗുഡ് ചിപ്സെറ്റ്. നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ കൊള്ളാനുള്ള ഫോണാണ്. പിന്നെ പിന്നെ ആ ഫോണിനകത്ത് അങ്ങനെ സ്പെഷ്യലായിട്ട് പറയാമെന്നില്ല. ബട്ട് ആ ഫോണിൻ്റെ വില നിങ്ങളൊരു 22,000 രൂപയ്ക്ക് അകത്ത് ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ്. അതായത് MediaTekൻ്റെ 8350 ആണെന്നോ ആ ചിപ്സെറ്റ് കൊള്ളാം. പിന്നെ 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, പിന്നെ 7000 mAh ബാറ്ററി. ഇറ്റ്സ് എ നൈസ് ഫോൺ. പിന്നുള്ളത് നിങ്ങൾ OnePlusൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോണാണ് OnePlus 13s. ഇതൊരു കിടിലൻ കോമ്പാക്റ്റ് ഫോണാണ്. ഞാനിത് ലുലുവിൽ പോയപ്പോഴാണ് കണ്ടത് തോന്നുന്നു. കിടിലൻ കോമ്പാക്റ്റ് ഫോൺ, അത്യാവശ്യം ബാറ്ററി ഹെൽത്ത് ഒക്കെ ഉള്ള. ബാറ്ററി ഹെൽത്ത് 5800 mAh ബാറ്ററി ഹെൽത്ത് ഉണ്ട്, 888 ചിപ്സെറ്റ്, ആൻഡ് 50+50 ബാക്ക് ക്യാമറ, 32 MP ഫ്രണ്ട് ക്യാമറ. പിന്നെ അതിൻ്റെ അകത്തുള്ളത് പിന്നെ അതിൻ്റെ ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് എന്തൊക്കെ ഉണ്ട് അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ബട്ട് നിങ്ങളിത് ഒരു 48,000-നകത്ത് ഒരു ഫ്ലാഗ്ഷിപ്പ് കോമ്പാക്റ്റ് ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോണാണ് ഈ ഫോൺ. പിന്നെ ഉള്ളത് OnePlusൻ്റെ Nord 5. നേരത്തെ CE5, ഇപ്പോൾ Nord 5. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ 8th Gen 3 വെച്ചുള്ള ഫോണാണ്. നിങ്ങൾക്ക് ഗെയിമിങ്ങിന് 144 FPS കിട്ടും. പിന്നെ ഡ്യുവൽ 50 MB ക്യാമറ. പിന്നെ എൻ്റെ അതെന്തോ ഐ തിങ്ക് ഞാൻ ബാറ്ററി നോക്കിയിട്ടില്ല. 6800 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ഇറ്റ്സ് എ ഗുഡ് ഫോൺ. അതായത് നിങ്ങൾ IQ ഇഷ്ടമില്ല, OnePlus ഇഷ്ടമുള്ളവരാണെങ്കിൽ OnePlus ഇഷ്ടമുള്ളവർക്ക് ഈ ഫോൺ എടുക്കാം. ഇറ്റ്സ് എ നൈസ് ഫോൺ. പിന്നെ വേറെ പിന്നെ അതിൻ്റെ അകത്ത് മറ്റേ 144 ഗെയിമിങ്ങിൽ 144 FPS റിഫ്രഷ് റേറ്റ് ഉണ്ട്. നോർമലി 120 FPS. പിന്നെ അങ്ങനെ ഉറക്കാൻ പറഞ്ഞു. എത്ര 9:30 പിന്നുള്ളത് ഷവോമി. നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഷവോമിന്ന് അടിക്കാൻ നിങ്ങൾക്ക് റെഡ്മിയുടെ ഫോണും കൂടെ വരും. റെഡ്മിയുടെ ഫോൺ ആക്ച്വലി ഞാൻ അതിൻ്റെ അത് പറയുന്നില്ല, കാരണം റെഡ്മിയുടെ ഫോൺസ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഷവോമിയുടെ ഫോൺസ് പറയുകയാണെങ്കിൽ ഷവോമിയുടെ ഫോൺസിൻ്റെ അത്
ഇതിനകത്ത് ഞാനിപ്പോൾ ഷോമിയുടെ ഫോൺസിൽ ഒരു ഫോണേ ഉള്ളൂ, ഷോമി 15. ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ് ഫോൺ. ഈ ഫോണ് ഫസ്റ്റ് ചെറിയ സ്പെക്സ് 8 ചിപ്സെറ്റ്, അൾട്രാസോണിക്കിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, 120 ഹെർട്സിൻ്റെ ആമോലെഡ് ഡിസ്പ്ലേ, 90 വാട്ട്സിൻ്റെ ഹൈപ്പർ ചാർജർ, 5240 mAh ബാറ്ററി, പിന്നെ ബെസൽലെസ് സ്ക്രീനാണ് ഈ സാധനം, അല്ല തിന്ന് ബെസലാണ്, 50 MB ട്രിപ്പിൾ ക്യാമറ, അതും ലൈക്കേരത്. ഓക്കെ, നിങ്ങൾ ഒരു ഗെയിമിങ്ങും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഫോൺ എടുക്കുക. കാരണം ഇതിൻ്റെ അകത്തു നിന്നുള്ള ഇതിൻ്റെ ക്യാമറ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. നിങ്ങൾ ഷാമി 15 14 എടുക്കാം, നിങ്ങൾക്ക് രണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്യാമറ എക്സ്പീരിയൻസ് കിട്ടില്ല. അതായത് നിങ്ങൾ ഫോട്ടോ എടുക്കാറിഞ്ഞിരിക്കണം. അത് ഞാൻ പറയാം, ഫോട്ടോ എടുക്കാറിയാന്നുള്ള ഒരാളാണെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ ഫോൺ ഫോർ യു. ഓക്കെ, പിന്നെ ഗെയിമിങ്ങിനും നൈസ് ഫോണാണ്, കാരണം 8 ചിപ്സെറ്റാണുള്ളത് 15. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 14 കൺസിഡർ ചെയ്യാൻ, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കുമ്പോൾ. നെക്സ്റ്റ് റിയൽമിയിൽ 2 ഫോണേ ഉള്ളൂ, അത് ഞാൻ പറയാം. ഫസ്റ്റ് ഫോൺ റിയൽമി GT7 Pro. നിങ്ങളൊരു 43,000 രൂപയ്ക്കകത്ത് ഈ ഫോൺ എടുക്കുകയാണെങ്കിൽ നൈസ് ഫോണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ ഫോൺ, റിയൽമി ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാമെന്നുള്ള ഫോണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ബാറ്ററി ഹെൽത്ത് കുറവാണ്, ഐ തിങ്ക്. ഓക്കെ, ബട്ട് നോർമൽ യൂസിനൊക്കെ അത്യാവശ്യം കിട്ടലാണ്, ഗെയിമിങ്ങിനും കിട്ടലാണ് ആ ഫോൺ. പിന്നെ റിയൽമിക്ക് അകത്ത് അങ്ങനെ വേറെ ഫോൺസ് ഒന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കില്ല. ഒന്നാമത്തെ ഞാൻ നോക്കാത്ത ഫോൺസ് ഒന്നും ഞാൻ എൻ്റെ അകത്ത് കൊള്ളൂലെന്നും പറഞ്ഞിട്ടില്ല, കൊള്ളാമെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കിയ ഫോൺസ് മാത്രമാണ് ഞാൻ എൻ്റെ അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അവർ ആപ്പിൾ ഫോൺ. ആക്ച്വലി ഞാൻ ഇതിൻ്റെ അകത്ത് ഈ കമ്പനി ആഡ് ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. ബട്ട് ഞാൻ എന്തുകൊണ്ടോ ഈ കമ്പനി ആഡ് ചെയ്തു. ഓക്കെ, കാരണം ഞാൻ പറയാം, എല്ലാവരും ഈ സെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യണത് ഐഫോൺ എടുക്കാനാണ്. എല്ലാവരും പോട്ടെ, ഒരു 75% അല്ലെങ്കിൽ ഒരു 80% ആൾക്കാരും ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും നോക്കി നിൽക്കുന്നത് ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്വിയസ്ലി. അപ്പം ഞാൻ അത് പറഞ്ഞില്ല, എനിക്ക് അത് തെറ്റായിപ്പോൾ. ഐഫോൺ 15 പ്രൈസ് മാത്രമേ അവർ ഇപ്പോൾ ഇതിൻ്റെ അത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഐഫോൺ 15 46,000 രൂപ. ഇത് ഇറങ്ങിയ സമയത്ത് 60 സംതിങ് ഉണ്ടായിരുന്ന ഫോണാണ്. അപ്പം 45,000 രൂപ. അപ്പം എൻ്റെ കൂടെ എനിക്കിപ്പോൾ അറിയാമെന്നുള്ള തന്നെ കുറേ പേര് ഈ സാംസങ് ഐഫോൺ എടുക്കാൻ വേണ്ടി നടക്കുകയും. അപ്പം ഈ സാംസങ് ഫാൻ ബോയ്സിനും വീഡിയോഗ്രാഫി ഇഷ്ടമുള്ളവർക്കും ഞാൻ കുറച്ച് പറയുന്നില്ല, വീഡിയോഗ്രാഫി ഇഷ്ടമുള്ളവർക്ക് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഫോണാണ് ഐഫോൺ 15. ഐഫോൺ 15ഉം ഐഫോൺ 16 ഐ തിങ്ക് 50,000 രൂപയ്ക്കോ 55,000 രൂപയ്ക്കോ എന്തോരാണോ എന്ന് പറയുന്നത്. ഐഫോൺ 15ഉം 16ഉം ഇത് രണ്ടും ഈ സെയിലിന് നല്ല വില കുറയും. ഐഫോൺ വേണമെന്നുള്ളത് ഐഫോൺ നല്ല അത്ര ഇഷ്ടമുള്ളവർ ഈ ഫോൺ എടുക്കുക. 45,000, മറ്റത് 55,000, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് എന്താ പറയുക, വീഡിയോഗ്രാഫി നൈസാണ്. കാരണം ഞാൻ ഐഫോൺ 16 Pro Maxൻ്റെ എൻ്റെ സാൻഡിലുണ്ട്, അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നൈസ് ഫോണാണ്. ബട്ട് എനിക്ക് പേഴ്സണലി ദിസ് മൈ ഒപ്പീനിയനാണ്, എനിക്ക് പേഴ്സണലി ഐഫോൺ എടുക്കണം എന്നുള്ളൊരു തോട്ടുണ്ട്. ബട്ട് വേറെ ഫോൺസ് കാണുമ്പം ഐഫോൺ എടുക്കണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഐഫോൺ 15 ഐ തിങ്ക് 3000 mAh ബാറ്ററിയേ ഉള്ളൂ. അത് ഓക്കെ ആണെന്നുള്ളവർക്ക് ആ ഫോൺ എടുക്കാം. പിന്നെ ഓക്കെ, ഇങ്ങനെ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കമ്പനീസൊന്നും ഞാൻ നോക്കാറില്ല, കാരണം ഓക്കെ, ഞാൻ എന്നാൽ പിന്നെ ഒരു കമ്പനിയും കൂടെ പറഞ്ഞിട്ടോ. കമ്പനി ഫോൺ ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഞാൻ പറയാം.
ആ ഫോൺ വന്നിട്ടില്ല. അത് ടെക്നോയുടെ ഒരു ഫോണാണ്. അത് ഈയിടയ്ക്ക് ഇറങ്ങിയ നല്ല സ്ലിം ഫോണാണ്. കുഴപ്പമില്ലാത്തൊരു ഫോണാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. സെയിലിൻ്റെ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആക്ച്വലി ഞാൻ ഇതേപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നേ. ബട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ വീഡിയോ ചെയ്താൽ ശരിയാവത്തില്ല. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇല്ല, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പറയാം ആ കാര്യം. അത് ഞാൻ വേറെ നേരത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. ബട്ട് അത് എപ്പോൾ ചെയ്താൽ ശരിയാവില്ല കുറച്ച്. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യണതിന് കാര്യം ഇതിപ്പം ഞാൻ മാത്രമല്ല, നമ്മളെ ടെക് യൂട്യൂബേഴ്സ് എല്ലാം ഇങ്ങനെ ഈ സെയിലിൻ്റെ സമയത്തും അല്ലാതെ ഈ ഫോൺ എടുത്ത് റിവ്യൂ ചെയ്യുന്നതിൻ്റെ കാര്യമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി ഒരു ഫോൺ വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ തലയിൽ അവർ അവിടെ നിന്ന് വിറ്റ് പോകാത്ത ഫോൺ അടിച്ചേൽപ്പിക്കാൻ നോക്കും. അതായത് ഇപ്പോഴും പലർക്കും ഫോൺ നോക്കി വാങ്ങിക്കാൻ അറിയത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഫോൺ നോക്കി വാങ്ങിക്കാൻ അറിയത്തില്ല. ഫോൺ അതായത് ഇപ്പം എൻ്റെ യൂസിന് എനിക്കൊരു ഫോൺ ഒരാവശ്യം ഉണ്ടെങ്കിൽ അത് ഏത് ഫോൺ വേണമെന്ന് എനിക്കറിയാം. ബട്ട് പലർക്കും അതറിയത്തില്ല. നമ്മുടെ യൂസിനെ ഓക്കെ, നിങ്ങളിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ വാങ്ങിക്കാം. ബട്ട് നിങ്ങൾ കടയിൽ പോകുമ്പം അവിടെ ഉള്ളവർ അവർക്ക് വിറ്റ് പോകാൻ പറ്റാത്ത ഫോണുകൾ തലയിലടിച്ച് വയ്ക്കും. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഷാമിയിലല്ലോ iQOO13 എടുക്കാൻ പോയപ്പോഴാണ്. iQOO13 എടുക്കാൻ പോയപ്പം അവിടുത്തെ കടക്കാർ ഇവൻ്റെ തലയിൽ വിവോയുടെ ഏതോ ഫോൺ അടിച്ചേൽപ്പിക്കാൻ നോക്കി. കാരണം അവർക്കത് വിറ്റ് പോകത്തില്ല. ബട്ട് ഇവന് iQOO13 ആണ് ഇവൻ്റെ യൂസിനുള്ളത്. അതായത് ഇവൻ്റെ യൂസിന് വേണ്ടിയിട്ട്, അതായത് ഇവന് ഗെയിമിങ്ങിന് ചെറിയ ചെറിയ ഫോട്ടോയുടെ ഇത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവന് Xiaomi 13 മതി. ഈ വിവോയുടെ ഫോണിൻ്റെ ആവശ്യമില്ല. ബട്ട് അവർക്കത് വിറ്റ് പോകണമെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ, അതായത് എൻ്റെ വീഡിയോസ് അല്ല, വേറെ നല്ല നല്ല ടെക് യൂട്യൂബേഴ്സും ഉണ്ട്, അവരുടെയൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാൻ നിൽക്കുക. എൻ്റെ കാര്യം മാത്രമല്ല, അതുപോലത്തെ നല്ല നല്ല ടെക് യൂട്യൂബേഴ്സ് വേറെയുണ്ട്. അവരുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നല്ല നല്ല ടെക് യൂട്യൂബേഴ്സ്, അതായത് ചിലവർ ചുമ്മാ വാരി വലിച്ച് കുറേ വീഡിയോസ് ചെയ്യണുണ്ട്. അത് ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് വിശ്വാസമുള്ള ടെക് യൂട്യൂബേഴ്സിനെ നോക്കി നിങ്ങൾ അവർ ഫോണിൻ്റെ റിവ്യൂസ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഫോൺ കൊണ്ട് യൂസ് ഉണ്ടെങ്കിൽ, അതായത് ആ ഫോൺ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ എടുക്കാം. നിങ്ങൾ ഫോൺ എടുക്കുന്നതിന് ഞാൻ ഒന്നും പറയത്തില്ല, കാരണം ഞാൻ ആരുമല്ല നിങ്ങളടുത്ത് ആ ഫോൺ എടുക്കാമെന്ന് പറയാം. ബട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞ ഫോൺസ്, അതായത് അതിൻ്റെ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസ് ഉണ്ട്, മിഡ് റേഞ്ച് ഫോൺസ് ഉണ്ട്, ഗെയിമിംഗ് ഫോൺസ് ഉണ്ട്, ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഉണ്ട്. ഇപ്പം അതായത് നോർമൽ ഫോൺസ് നിങ്ങൾക്ക് കോളിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, കോളിങ്, ഇൻസ്റ്റ, വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ മതി. കുറച്ച് നിങ്ങൾ ഗെയിമിങ്ങിനൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ച് ചിപ്സെറ്റ് കുറച്ച് സ്നാപ്ഡ്രാഗൺ 888 മറ്റ് ഡിവൻസിറ്റിയുടെ 8300 ആ 7400 ഒക്കെ നല്ല ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക്. അതേപോലെ ക്യാമറ ഫോൺസ്, നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാമറ ഫോൺ നല്ലതാണ്. ഇങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, അതിപ്പം ഞാൻ iQOO Neo 10 നോക്കുകയാണ്. മിക്കവാറും ഞാൻ ഈ സെയിലിന് വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ വീഡിയോ ക്ലാരിറ്റി വേണം. എനിക്ക് ഗെയിമിങ്ങിന്, അതായത് ഞാൻ ഗെയിം കളിക്കാറുണ്ട്, അപ്പം അതിൻ്റെ ഇത് വേണം. പിന്നെ എനിക്ക് നല്ല ബാറ്ററി ലൈഫ് വേണം, കാരണം ഞാൻ ത്രൂ ഔട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ്. കാരണം ഫാസ്റ്റ് ചാർജിങ് ആണ് എനിക്ക്. കാരണം ഞാൻ അതായത് ഞാൻ ചിലപ്പം എവിടെയെങ്കിലും പോകാൻ ഇറങ്ങി നിൽക്കുമ്പോഴേക്കും എനിക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള കാര്യം അപ്പം ഒബ്വിയസ്ലി ആ ഫോണിൻ്റെ അകത്തൊരു ചാർജിങ് സ്പീഡ് വേണം, നല്ലൊരു ബാറ്ററി ഹെൽത്ത് വേണം. 7000 mAh ബാറ്ററി ഉണ്ട് iPhone Neo 10 അകത്ത്. പിന്നെ അതിൻ്റെ അകത്ത് എന്താ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്പേസ് വേണം. 16 GB ഫൈറ്റ് ഒരു അത്യാവശ്യം നല്ല സ്പേസാണ്. എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ സെലക്ട് ചെയ്തത്. കാരണം മിക്കവാറും ഈ ചാനലിൻ്റെ അകത്ത് ആ ഫോണിൻ്റെ റിവ്യൂ വരാൻ 80% ചാൻസും ഉണ്ട്. കാരണം ഞാൻ ഫോൺ വാങ്ങിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കുണ്ട്. പിന്നെ
പിന്നെ അങ്ങനെയുള്ള ഫോൺസ്, അതായത് നിങ്ങൾ ഫോൺസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ കടയിൽ പോയി അവർ തോന്നിയ ഫോൺ എടുത്ത് തലയടിച്ച് വെക്കണമല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഫോൺ അല്ലായിരിക്കും അവർ. സോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫോൺ നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക. ഓക്കെ ഗൈസ്, വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ 78 സബ്സ്ക്രൈബേഴ്സായി. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ചെറിയൊരു ഗീവ് അവേ പോലത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഡിസംബറിന് മുമ്പ്, അതായത് 2026 മുമ്പ്, ഡിസംബർ ലാസ്റ്റ് 2026 മുമ്പ് ഓക്കെ, നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ സംഭവം നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യും. ഒബ്വിയസ്ലി ചെയ്യും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ നൈസായിട്ട് സെറ്റ് ചെയ്ത് പറഞ്ഞുണ്ട്. അപ്പം 2026 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ആ ഗീവ് പരിപാടി. 100 സബ്സ്ക്രൈബേഴ്സ്, അതായത് ഇപ്പോൾ 78 സബ്സ്ക്രൈബേഴ്സായി. ഇനി നമുക്ക് വെറും 22 സബ്സ്ക്രൈബേഴ്സ് മതി. 22 സബ്സ്ക്രൈബേഴ്സിന്, അതായത് എൻ്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ട്, 100 വ്യൂസ് അടുപ്പിച്ച് വരുന്നുണ്ട്. ബട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചെയ്യുക. നിങ്ങൾക്കൊരു ചെറിയൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഗൈസ് ബൈ. ഓക്കെ, ഡു സബ്സ്ക്രൈബ് ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.